നമസ്കാരം. 2024 എന്ന പുതുവർഷം ആരംഭിക്കാൻ പോവുകയാണ്. ഈ പുതുവർഷത്തിൻ്റെ ഫലങ്ങൾ നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാകുന്നു. ഭാഗ്യം കടാക്ഷിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില നക്ഷത്രക്കാരിൽ നിന്നും ലോട്ടറി, അതായത് അവരുടെ കൈകളിൽ നിന്നും നാം ലോട്ടറി വാങ്ങുകയാണ് എങ്കിൽ, അവരുടെ കൈകളാൽ ആ ലോട്ടറി വാങ്ങുകയാണ് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പുതുവർഷ ദിനത്തിൽ നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് 2024 പറയുകയാണ് എങ്കിൽ, ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അശ്വതി നക്ഷത്രക്കാർ ആർക്കെങ്കിലും ലോട്ടറി എടുത്തു കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കുകയാണ് എങ്കിൽ, അവരുടെ കൈകളിൽ നിന്നും വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തുലോം കൂടുതലാണ് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം ഇവരെ തേടി എത്താവുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ കൈകളാൽ ആരെങ്കിലും ലോട്ടറി എടുത്താൽ അവർ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയാണ് എങ്കിൽ അവർക്കും ലോട്ടറി ലഭിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം മോശ സമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ലഭിക്കാതെയും ഇരിക്കാം. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ 2024 ഈ നക്ഷത്രക്കാരുടെ കൈകളാൽ ലോട്ടറി എടുത്താൽ അടിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് 2024. എന്നാൽ ഒരു കാര്യവും അമിതമാകുവാൻ പാടുള്ളതല്ല. അതും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കൈകളാൽ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും, അത് സുഹൃത്തുക്കളോ പരിചയക്കാരോ ആകാം, അവർക്ക് നിങ്ങളുടെ കൈകളാൽ ലോട്ടറി എടുത്ത് നൽകുകയാണ് എങ്കിൽ ആ ലോട്ടറി ലഭിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ തേടി എത്താവുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് 2024 സംഭവിക്കുന്ന ഒന്ന് തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം വളരെ മോശം സമയമാണ് എങ്കിൽ ഈ ഫലം ലഭിക്കണം എന്നില്ല. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുമാണ്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴ നക്ഷത്രവും തിരുവോണം നക്ഷത്രവുമാകുന്നു. ഈ രണ്ട് നക്ഷത്രക്കാർക്കും 2024 ലോട്ടറി ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ കൈകളാൽ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ ടിക്കറ്റ് എടുക്കുകയാണ് എങ്കിൽ അതിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവരുടെ ഭാഗ്യത്താൽ മറ്റുള്ളവർക്കും സൗഭാഗ്യം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ കൈകളാൽ അതിനാൽ ലോട്ടറി എടുക്കുന്ന സുഹൃത്തുക്കൾക്ക് പോലും ഇത്തരത്തിലുള്ള ഭാഗ്യം വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ തന്നെ 2024 എന്ന പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്ന് ചേരാവുന്നതാണ്. ഇവർക്കും ലോട്ടറി ഭാഗ്യം അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നും അമിതമാകരുത് എന്ന കാര്യമാകുന്നു. അമിതമായാൽ അത് ധനനഷ്ടത്തിന് വഴിവെക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2024 ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതേപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ ആർക്കെങ്കിലും ഇവരുടെ കൈകളാൽ ടിക്കറ്റ് എടുത്ത് നൽകുകയാണ് എങ്കിൽ അവർക്കും ലഭിക്കാനുള്ള ഇത്തരം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത
2024 എന്ന പുതുവർഷത്തിൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ അവർക്കും സാധ്യതകൾ കൈവരുന്നതാകുന്നു. ഈ പറയുന്നത് പൊതുഫലപ്രകാരമാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യം തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ സമയം മോശമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ലഭിക്കണം എന്നുമില്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാരുടെ അത്രയും ഉണ്ടാകണം എന്നില്ല. അത്ര സൗഭാഗ്യം ലഭിക്കാത്ത നക്ഷത്രക്കാരാകുന്നു. ഇവർക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാരുടെ അത്രയും ഇല്ല എന്നതാണ് വാസ്തവം. ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൂടി മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ലോട്ടറി സ്വന്തം കൈകളാൽ എടുത്ത് നൽകുകയാണ് എങ്കിൽ അവർക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇത്തരത്തിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും തുലവും കുറവാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് തന്നെ പറയാം. സാധ്യത ഇല്ല എന്നല്ല പറയുന്നത്. മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാരുടെ അത്രയും സാധ്യത ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവർ മറ്റൊരു വ്യക്തിക്ക് സ്വന്തം കൈകളാൽ ടിക്കറ്റ് നൽകുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുകയാണ് എങ്കിൽ അതിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അവർക്ക് സമ്മാനം ലഭിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരം ആയതിനാൽ തന്നെ ഈ എടുത്തു നൽകുന്ന വ്യക്തിക്ക് ജാതകപ്രകാരം മോശം സമയമാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നുമില്ല. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം രേവതി നക്ഷത്രമാകുന്നു. ഇവർക്ക് ലോട്ടറി എടുത്താൽ അടിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാരുടെ അത്രയും ഭാഗ്യം ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഇവർ മറ്റൊരു വ്യക്തിക്ക് ടിക്കറ്റ് എടുത്തു നൽകുകയാണ് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആ കാര്യവും ഓർക്കുക. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അത്രയും സൗഭാഗ്യം ലഭിക്കണം എന്നില്ല. ഈ കാര്യം ഇവർ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം നല്ല സമയമാണ് എങ്കിൽ മാത്രമേ ഈ ഫലം പൂർണ്ണമായും ലഭിക്കണം എന്നുള്ളൂ. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം കഷ്ടകാലമാണ് എങ്കിൽ, മോശം സമയമാണ് എങ്കിൽ ഈ ഫലങ്ങൾ ലഭിക്കണം എന്നുമില്ല. ആ കാര്യവും പ്രത്യേകം ഓർക്കുക.